കോക്രോച്ച് പാർട്ടി കഷ്ടപ്പെട്ട് ഒരു മാസം കൊണ്ട് പണിഞ്ഞു കൂട്ടിക്കൊണ്ടുവന്ന ഒരു വലിയ സമരം ചുളുവിൽ നമ്മുടെ രാഹുൽ ഗാന്ധിയും കൂട്ടും കൂടെ അടിച്ചു മാറ്റിയിരിക്കുക. നിമിഷ നേരം കൊണ്ടാക്കി ചെയ്തവർ. കാരണം ഈ ജന്തർ മന്ദറിൽ നിന്ന് നേരെ പ്രധാനമന്ത്രിയുടെ വീട്ടിലത്തേക്ക് നടത്തിയത് ഒരു മിന്നൽ നീക്കമായിരുന്നു. അതിൽ കോക്രോച്ചുകാർ തള്ളിപ്പോയി. ഈ മിന്നൽ നീക്കത്തോടുകൂടി ഈ സമരവും തീർന്നു. സമരം തീർന്നു. ഈ സമരം തീർന്നു എന്ന് പറഞ്ഞാൽ BJPക്ക് വലിയ സന്തോഷമായി. കാരണം ഈ ഞാൻ നേരത്തെ പലപ്പോഴും ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്, ഒരു നല്ല കേക്ക് നമ്മൾ ഉണ്ടാക്കി വയ്ക്കും വളരെ കഷ്ടപ്പെട്ട്, ഈ കേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അയാൾ അത് മൊത്തം ഉണ്ടാക്കി തീർന്നു കഴിയുമ്പം അതിന് മേളിൽ ഇതിൻ്റെ മുതലാളി വന്നൊരു ചെറിപ്പഴം എടുത്ത് വെക്കുന്നതായിരിക്കും പുറത്തു വരുന്നത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്? ഈ ചെറിപ്പഴം എടുത്ത് വെക്കുന്ന മുതലാളിയാണ് ഇത് ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ എന്ന് പറഞ്ഞ പോലെ കോക്രോച്ച് പാർട്ടി ഉണ്ടാക്കി വെച്ച കേക്കിന് മണ്ടയ്ക്ക് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നൊരു ചെറിപ്പഴം ഫിറ്റ് ചെയ്തേക്കുക. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് വളരെ കാലത്തിന് ശേഷം നടത്തിയ ബുദ്ധിപരമായ നീക്കമായിരുന്നു. സാധാരണഗതിയിൽ ഇവർ പലതും ചെയ്യാൻ ഇറങ്ങി ഫൗളാവുന്നതാണ് പതിവ്. ഇന്നലെ ഗംഭീര വിജയം. മാത്രമല്ല ഇവർ കംപ്ലീറ്റ് ദേശീയ നേതാക്കന്മാരെ, അതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ പങ്കെടുത്തു. നമ്മുടെ VD സതീശനെയും DK ശിവകുമാറിനും എല്ലാത്തിനും പങ്കെടുപ്പിച്ചവർ. അല്ല, ഇവരെ അവിടെ കൊണ്ടുവന്നത് എന്താന്ന് പറഞ്ഞു, ഖാർഗെയുടെ ജന്മദിനാഘോഷം എന്നും പറഞ്ഞാൽ കൊണ്ടുവന്നത് ഇതിനു വേണ്ടിയായിരുന്നു. ഇത് പ്രീ പ്ലാൻഡ് ആണ്. ഇത് കുറച്ചു പേർക്കേ അറിയത്തുള്ളായിരുന്നു. ഖാർഗെയുടെ ജന്മദിനാഘോഷം ആണെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. മുതിർന്ന MP-മാരെ, കോൺഗ്രസ് നേതാക്കളെ, സംസ്ഥാന മന്ത്രിമാരെ, മുഖ്യമന്ത്രിമാരെ എല്ലാം വിളിച്ചു വരുത്തി. അങ്ങനെയാണ് അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഈ നേരെ മാർച്ച് ചെയ്തോളാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ മാർച്ച് ചെയ്താണ് അവിടെ പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഈ കോൺഗ്രസ്സുകാരെ കണ്ടുകൊണ്ടല്ല അവിടെ ആൾ കൂടിയത്. അതാദ്യം മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ്സുകാർ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും ആവശ്യപ്പെടാമായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ആ സമയത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പിന്നെ വിദേശത്ത് സുഖവാസത്തിനും ഇവിടെ ഈ രാജ്യത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ഇദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ ഒരു വാക്കില്ല. ഇയാൾ വെളിയിൽ എങ്ങാണ്ട് പോയി കിടന്നേച്ച് ഇപ്പം ഓടി വന്ന് പാവപ്പെട്ട കുറേ പിള്ളേർ അടിയും കൊണ്ട്, പിന്നെ കല്ലേറും കൊണ്ട്, പോലീസുകാരെ എല്ലാം പ്രാക്കും കൊണ്ട്, മഴയും കൊണ്ട്, വെയിലും കൊണ്ട് ഒരു സമരം വളർത്തിയെടുത്തുകൊണ്ട് വന്നു. ഇയാൾ അവസാനം വന്ന് അതിൻ്റെ നേതൃനിരയെ വന്ന് കയറിയേച്ച് ഇയാൾ എന്തോ ചെയ്തു? ഇയാൾ ആ സമരം അട്ടിമറിച്ചു കൊടുത്തു. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. അതാണ് സംഭവിച്ചത്. ആ പിള്ളേർക്ക്, അവർക്ക് ഈ കോക്രോച്ച് പാർട്ടിക്കാർക്ക് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്ന് അറിയാൻ പാടില്ല. ഇത്തരം കളികളൊന്നും, രാഷ്ട്രീയ ചതുരൊക്കെ കളിയൊന്നും അവർക്ക് അറിയില്ല. അവർ വന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ വന്ന് ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അടിച്ചുകൊണ്ട് പോവുകയും, അത് ഓർമ്മയുണ്ടോ പണ്ട് നമ്മുടെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ടത് മുഴുവൻ തല്ലുകൊണ്ടത് കേസിൽ പ്രതിയായത് മുഴുവൻ BJPക്കാരും ക്രെഡിറ്റ് കിട്ടിയത് അവസാനം പാർലമെന്റ് ഇലക്ഷൻ നടന്നപ്പോൾ അതിന് ഗുണഫലം അനുഭവിച്ചത് കോൺഗ്രസ്സുകാരും. അതെ, അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഇപ്പൊ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കുറേ വിലാപങ്ങൾ കാണുന്നുണ്ട് ഈ ഫേസ്ബുക്കിൽ അന്തം കമ്മികളുടെ. അതായത് ഈ കോക്രോച്ച് പാർട്ടി സമരം തുടങ്ങുമ്പോൾ ആകെ അവിടെ ഇവർക്കൊരു പിന്തുണയായിട്ട് എന്നത് ഈ CPM-കാർ, CPM ആണ് ചെന്നത്. അതുപോലെ നമ്മുടെ MA ബേബിയെ പോലെയുള്ള ആൾക്കാർ, പ്രാക്കുളം ജഗുവേരെ അറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ അത്യാവശ്യം ഷോ മീ യുവർ ഐഡന്റിറ്റി എന്നൊക്കെയുള്ള അത്തരം കൊച്ചു കൊച്ചു ഇംഗ്ലീഷുകളൊക്കെ അറിയത്തുള്ളൂ. അദ്ദേഹവും ഒക്കെ ഇവർക്ക് വേണ്ടി നിലകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും കേൾക്കാനില്ല. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഈ 3 പേര് ചേർന്ന് ഈ സംഭവം ഹൈജാക്ക് ചെയ്തു. ഇത് കോൺഗ്രസിന്റെ പ്രതിഷേധമാക്കി അങ്ങ് മാറ്റി. മാത്രമല്ല അഖിലേഷ് യാദവും ഈ കൂട്ടത്തിൽ കയറി പറ്റി. അതെ, ഈ മമതാ ബാനർജി ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നു. മമതാ ബാനർജി ഇന്നലെ രാത്രി അവരറിയിച്ചെങ്കിൽ ഞാനും വരാൻ തന്നെ, അപ്പോഴത്തേക്കും ക്രെഡിറ്റ് അവർക്ക് കിട്ടി. അതായത് ഇന്ത്യ മുന്നണിയാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറിയതെന്ന് പറയുന്നെങ്കിലും പണി കിട്ടിയത് ബാക്കിയുള്ളവർക്കാണ്. ഇതുകൊണ്ട് ഗുണഫലം ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് BJP-യുമാണ്. കോക്രോച്ചുകാരുടെ സമരം എതിലെയോ പോയി. കോൺഗ്രസ് ഇത് എത്ര ദിവസം ഇവർക്ക് നയിക്കാൻ പറ്റും? കോക്രോച്ചുകാർക്ക് അവിടെ വേറെ പണിയൊന്നുമില്ല. അവന്മാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജന്തർ മന്ത്രിൽ വന്ന് കിടക്കുകയാണ്. അത് മാത്രമല്ല, ഇന്നലെ അഭിജിത്ത് ദീപിക പറഞ്ഞിട്ടുണ്ട്, ജന്തർ മന്ത്രി മാത്രമേ നമ്മുടെ സമരമുള്ളൂ, അതിന് വെളിയിൽ നടക്കുന്ന സമരം നമ്മുടെ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സേഫ് സോണാണ്. അവിടെ പ്രധാനമന്ത്രി വീട്ടിൽ ചെല്ലുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരിക്കും പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടി അതൊരു പരിഹാസ പേരാണെങ്കിൽ പോലും അതൊരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാതിരുന്നാൽ അവർക്ക് കൊള്ളാം. ഇത്തരം ജനകീയ മുന്നേറ്റങ്ങളെ നമുക്ക് ജനം അംഗീകരിക്കും. രാഷ്ട്രീയ പാർട്ടി ആക്കാൻ പോയി അധികാരം കിട്ടാൻ ചെയ്താൽ പിന്നെ ഇതിന്റെ അവസ്ഥയൊക്കെ മാറും. ഇവരും മറ്റേ നേതാക്കന്മാരെ പോലെ ആവും അവസാനം. ഇതിപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ഇടത് സംഘടനകളാണ് ഇതിനാദ്യം പിന്തുണയുമായിട്ട് വന്നത്. ഈ ഇടത് സംഘടനകളുടെ കയ്യിൽ നിന്ന് ഈ സംഭവം വഴുതിപ്പോയിരിക്കുന്നു. ഇത് കോൺഗ്രസിന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും ബാക്കിയുള്ള നേതാക്കളും ഇതിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. ഈ കോക്രോച്ച് പാർട്ടിക്കാർ പതുക്കെ ജന്തർ മന്ദറിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വരാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം അവിടെ വ്യാപകമായ അക്രമങ്ങളാണ് നടന്നിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലേ ഇതിനകത്ത് ഇത്തരം ഒരു ജനക്കൂട്ടത്തെ ഒരിക്കലും
ഒരു സമര നേതാവിന് കൈകാര്യം ചെയ്യാൻ കഴിയും. പറ്റില്ല. മാത്രമല്ല ഇവർക്കൊരു സെൻട്രലൈസ്ഡ് കോർഡിനേഷൻ ഇല്ല. വന്നവരും ഇത് ആര് വരുന്നു പോകുന്നു നമുക്കറിയില്ല. ആരും കയറി വരാം. നമ്മുടെ നാട്ടിൽ വിഘടനവാദികളും അങ്ങനെയുള്ള മോശം പശ്ചാത്തലമുള്ള രാജ്യത്തിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള ആൾ ഇതിനിടെ കയറി പറ്റും. നമ്മൾ അറിയില്ലല്ലോ, ഇത് ആരാണ് വരണമെന്ന് അറിയില്ലല്ലോ. അത്തരം ആൾക്കാരാണ് അക്രമത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അവിടെയാണ് ഇത് പ്രശ്നം വരുന്നത്. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഇന്നലെ തന്നെ നോക്കിയാൽ അറിയാം, ഒരുപാട് പോലീസ് വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്. പോലീസുകാർക്ക് നേരെ കമ്പിയോടി ഉപയോഗിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഒരു സമരത്തെ അടിച്ചമർത്തുക എന്നത് ആ നാട്ടിലെ ക്രമസമാധാന പാലന ചുമതല വഹിക്കുന്ന സേന ഏതാണോ അവരുടെ ഡ്യൂട്ടിയാണ്. അതായത് ജന്തർ മന്ദർ പോലൊരു സ്ഥലത്ത് ഇവർക്ക് സമരം ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് കടന്നു കഴിയുമ്പോൾ അതിനെ തടയുക എന്നുള്ളത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. അതിനകത്ത് പിന്നെ അവർ പോലീസ് പറയുന്നതിനപ്പുറം നിന്നില്ലെങ്കിൽ പിന്നെ അവർ മാത്രമല്ല, ഡൽഹി എന്നുള്ള ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനമാണ്. അത്ര ഹൈ സെക്യൂരിറ്റി സോണാണ് അവിടെ. അങ്ങനെ അക്രമം നടത്താൻ പറ്റില്ല. അത് ആര് ഭരിച്ചാലും ഇതുപോലെ സമരം നടത്താൻ വന്നാൽ അടിച്ചമർത്ത് വരും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇന്നലെ തന്നെ കണ്ടില്ലേ, വനിതാ പോലീസല്ല പുരുഷ പോലീസാണ് ഈ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ നേരിടാൻ എത്തിയിരിക്കുന്നത്. ഇത്രയും ആളിനെ കൈകാര്യം ചെയ്യണ്ട. ഇതിന് മാത്രം ആൾക്കാർ വന്ന് കയറുകയല്ലേ. ഇതിപ്പം ഇതിനിടയ്ക്കൂടെ കൂടി ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ CPM-ഉം അഖിലേഷ് യാദവും അതുപോലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം ഈ സമരത്തിനൊപ്പം. അല്ല, മാത്രമല്ല അവിടെ ഈ പോലീസിനെ സംബന്ധിച്ച് അവർ നേരിട്ടിരുന്ന ഒരു വലിയ പ്രതിസന്ധി, ഈ വന്നിരിക്കുന്ന ആളുകളിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, ക്യാബിനറ്റ് റാങ്ക് ഉള്ള ആരാണ്. സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയാണ് വന്നിരിക്കുന്നത്. അവരെ തല്ലാൻ പറ്റുമോ? അവരെന്തെങ്കിലും അവർക്ക് നേരെ അതിന് കയറ്റം ഉണ്ടായാലും അത് വേറൊരു തരത്തിൽ വലിയ തോതിൽ പ്രത്യാഘാതം ഉണ്ടാക്കും. പോലീസ് ഓടിപ്പോവും. കാര്യം രാഷ്ട്രീയക്കാർ കൈമലത്തിൽ കാണിക്കുമല്ലോ സാർ. അടിക്കാൻ പോയ പോലീസുകാരായിരിക്കും കൊടുക്കുന്നത്. ഇന്ന് വേറൊരു വാർത്ത കണ്ടിരുന്നു, ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഈ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ന് സംസ്ഥാനത്ത് BJP പ്രവർത്തകർ KPC ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ പോകുന്നു എന്നാണ്. അത് പിന്നെ ഇവിടുത്തെ BJP-കാരനെ നമ്മൾ കണക്ക് കൂട്ടണ്ട. ഇവിടുത്തെ ഒരു BJP എന്നൊരു കക്ഷി സംസ്ഥാനത്തുണ്ടെന്നുള്ളതല്ല. ഇതുകൊണ്ട് നാട്ടുകാർക്കോ ഇവിടുത്തെ പൊതുജനങ്ങൾക്കോ ആർക്കും ഒരു പ്രയോജനമില്ല. അവരുടെ വീട്ടുകാർക്ക് ഉള്ളു പ്രയോജനം. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോക്രോച്ച് പാർട്ടിയുടെ സമരം ഏതാണ്ട് ഈ കോൺഗ്രസ് എന്ന് അട്ടിമറിച്ചു. അവർ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ അതുമില്ല. എന്നാൽ ഇതുപോലൊരു സമരം നടത്താൻ അവരെ കൊണ്ട് കഴിയില്ല. കോൺഗ്രസിന് കഴിയില്ല. കാരണം അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് പാർട്ടി അല്ലല്ലോ അവർ. കോൺഗ്രസ് ഓർഗനൈസ്ഡ് പാർട്ടിയാണ്. അവർ പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ സംഘടിപ്പിക്കാനും അത് നടപ്പിലാക്കാനും പറ്റും. എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി സ്ഥലത്തില്ലായിരുന്നുകൊണ്ട് തന്നെ ആയിരിക്കും അവർ വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിനൊന്നും ഇറങ്ങായിരുന്നു. രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ട് ഇറങ്ങാമായിരുന്നല്ലോ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങാം. 10-20 ലക്ഷം കുട്ടികളുടെ ഭാവിയാണ് അവർ ഇല്ലാതാക്കിയത്. അല്ല, വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ടായി ഈ നീറ്റ് പരീക്ഷയിലേക്ക് നമുക്ക്. ഇപ്പോഴാണ് നരേന്ദ്രമോദി വാ തുറക്കുന്നത്. അതെന്തുകൊണ്ടാണ്? സമ്മർദ്ദം അതിശക്തമായപ്പോൾ. അതും എവിടെയാണ്? NDA യോഗത്തിലാണ് അദ്ദേഹം വാ തുറന്നിരിക്കുന്നത്. ഈ 10-15 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കർശന നടപടി സ്വീകരിക്കും. ഇത് ആദ്യമേ പ്രധാനമന്ത്രിക്ക് പറയാമായിരുന്നു. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രശ്നം, നേരത്തെ ഒറ്റയ്ക്കായിരുന്നു BJP ഭരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയല്ല. നിതീഷ് കുമാറിനെയും അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിനെയും പറഞ്ഞതും കൂടെ അനുസരിക്കാൻ നിർബന്ധരാണ് അവർ. അതുകൊണ്ട് തന്നെ അവരിടപെടും ഇക്കാര്യത്തിൽ. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതല്ലെങ്കിൽ വലിയ ദോഷകരമായ അവസ്ഥ എത്തും. അല്ല, ഇത് ആദ്യമേ എന്തുകൊണ്ട് നരേന്ദ്രമോദി പ്രതികരിച്ചില്ല ഇതിനകത്ത്? ഇത്രയും സമരം ഉണ്ടായി. ഈ കോക്രോച്ച് പാർട്ടി പിള്ളേരെല്ലാം കൂടെ ഇറങ്ങി ബഹളം ഉണ്ടാക്കി സമരം ലോക ശ്രദ്ധ നേടി. രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സമരമാണ്. അത് 500 പേരാണെങ്കിലും 300 പേരാണെങ്കിലും ലോക മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കും. ആ തരത്തിലൊരു വാർത്ത ലോകം മുഴുവൻ ഇടം പിടിക്കുകയും ചെയ്യും. നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രിക്ക് അത് പിന്നീട് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒരു പ്രതിച്ഛായ നഷ്ടത്തിന് ഒരുപാട് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാവുന്ന ഒരു മാർഗ്ഗം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. നമ്മൾ എല്ലാ രംഗത്തും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കെതിരെ വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ടിൽ അടിക്കാന്നുള്ളവരുടെ സ്ഥിരം പരിപാടി അതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടക്കുന്നത്. എന്താണെങ്കിലും ശരി, ഈ കോക്രോച്ച് പാർട്ടിയുടെ സമരത്തോട് ഇവരുടെ പെരുമാറിയ രീതി തീർത്തും മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സത്യത്തിൽ കോൺഗ്രസ് കൊട്ടേഷൻ എടുത്ത് മുന്നിൽ വന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിന്റെ സമരം ചെയ്ത് പോയാൽ മതിയായിരുന്നു. ഇവരുടെ കൂടെ കൂടി അവരെ കൂടെ നശിപ്പിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുക്കുന്ന ആശുപത്രിയിൽ പോയി കേന്ദ്രമന്ത്രി അവർ കണ്ടിട്ടുണ്ട്. അവർ സ്ഥിതികൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്ന മട്ടാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. അതാണ് അവിടെയാണ് അവർ ശക്തി തെളിയിക്കേണ്ടത്. പക്ഷേ ഇത് BJPക്ക് വലിയ അഗ്നിപരീക്ഷയായിരിക്കും. ഒപ്പം കോൺഗ്രസിന് പാർലമെന്റിൽ വേണമെങ്കിൽ ആഞ്ഞടിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്.